പോലീസിനായി മൃതദേഹങ്ങൾ എടുത്തു നൽകിയിരുന്ന പത്തനംതിട്ട സ്വദേശി സോമന്റെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് തിരുവല്ല MLA വർഗീസ് മാമൻ. സോമന് അണുബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നത് മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയിരുന്നു. സന്നദ്ധ സംഘടനകളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തി പൂർണ്ണമായും ചികിത്സ ഏറ്റെടുക്കുമെന്നതാണ് തിരുവല്ല MLAയുടെ മാതൃഭൂമി ന്യൂസിനോടുള്ള പ്രതികരണം. നല്ല പരിചരണവും നല്ല ചികിത്സയും ലഭിച്ചതോടുകൂടി സോമൻ്റെ ആരോഗ്യം ഏതാണ്ട് നല്ല രീതിയിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുറിവുകളൊക്കെ ഉണങ്ങണം. അത് സംബന്ധിച്ച പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള ഓപ്പറേഷനുകളും ആശുപത്രി ഇവിടെ നടത്തുകയുണ്ടായി. അതൊക്കെ വിജയകരമായി തുടർന്ന് അങ്ങോട്ടുള്ള ചികിത്സയും ഈ ആശുപത്രിയിൽ തന്നെ തുടരുന്നതാണ്. ഇതിന് വേണ്ട വലിയ സഹായം ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. ബാക്കി സഹായങ്ങൾ ഒട്ടനവധി വ്യക്തികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി സോമൻ്റെ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്വം MLA എന്നുള്ള നിലയിൽ ഞങ്ങളും ഈ ആശുപത്രി ഏറ്റെടുക്കുകയാണ്. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ട്. നിതിൻ ചെയ്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ജനകീയമായി എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ചികിത്സാ ചെലവ് ഉൾപ്പെടെ MLAയുടെ നേതൃത്വ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ഏറ്റെടുക്കുകയാണല്ലോ. ആരോഗ്യം മെച്ചപ്പെട്ട് വരികയാണോ? ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ട് വരികയാണ്. പക്ഷേ കാലിന് മാത്രം ഇദ്ദേഹത്തിന് 4 ശസ്ത്രക്രിയകൾ ഇതുവരെ നടത്തേണ്ടി വന്നു. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായിട്ട് ഇദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഈ സംഭവം നമ്മൾ അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് നമ്മളിത് ഒരു വാർത്തയായി നൽകിയത്. സുമനസുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ തുടർ ചികിത്സ അദ്ദേഹത്തിന് സാധ്യമാകൂ എന്നുള്ള രീതിയിൽ നമ്മളൊരു വാർത്ത നൽകിയത്. അതിന് പിന്നാലെയാണ് തിരുവല്ലയുടെ MLA തന്നെ നേരിട്ട് ഇതിന് മുൻകൈ എടുത്ത് വന്നിരിക്കുന്നത്. തിരുവല്ലയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ചികിത്സാ സഹായം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നത്. നിലവിൽ ഇതുവരെ തന്നെ 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇദ്ദേഹത്തിന് ചെലവ് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ലാസ്റ്റ് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ ചെലവുകളുണ്ട്. ഒരു 1.5 ലക്ഷം രൂപയോളം പോലീസ് ഇതിനു മുമ്പ് പിരിച്ചു നൽകിയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് ഇദ്ദേഹം പോലീസിന് വേണ്ടിയിട്ട് എടുത്തു നൽകിയിട്ടുള്ളത്. ഇലന്തൂർ നരബലി കേസ്, അതുപോലെ തന്നെ കലാകൊലപാതകം, ഇതിലൊക്കെ സോമൻ പോലീസിന് നൽകിയ സഹായം അത് വളരെ നിർണായകമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ജൂൺ മാസം 2-ാം തീയതി ഒരു മൃതദേഹം, ഒരു 20 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം എടുത്ത സമയത്താണ് ഇദ്ദേഹം ധരിച്ചിരുന്ന PPE കിറ്റ് കീറുകയും അതിലൂടെ അണുബാധ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വന്നു എന്നാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ അണുബാധ ഏറ്റാണ് ചികിത്സയെന്നും നമ്മൾ ആശുപത്രി അധികൃതരോട് നമ്മൾ വിവരങ്ങൾ തേടിയപ്പോൾ അറിയാനും സാധിച്ചു. അത്തരത്തിൽ അണുബാധ ഏറ്റ് ചികിത്സയിൽ തുടരുന്നത് നമുക്കറിയാം. ഈ നാടിന് വേണ്ടിയിട്ട് ഇത്രയധികം സേവനം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കൈത്താങ് നൽകുക എന്നുള്ളത് അനിവാര്യമാണ്. അതിലേക്ക് MLA ഒരു കൈത്താങ്ങാകുക, സഹായമാകുക എന്ന സമൂഹത്തിന്റെ ആകെ ഒരു ഉത്തരവാദിത്തമായി മാറുകയാണ്. ഇത്തരത്തിൽ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെട്ടയാളാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.